ഗുഡ് മോർണിംഗ് വ്യൂവേഴ്സ്. ഇന്നിപ്പം മാർക്കറ്റിൽ ഒരു കാം ബിഫോർ ദ സ്റ്റോം എന്ന് പറയുന്ന പോലെ അതാണ് മാർക്കറ്റ് 2 ദിവസമായിട്ട് കാണുന്നത്. എനിക്ക് കഴിഞ്ഞ 2 ദിവസമായിട്ട് റിലയൻസിന്റെ സ്റ്റോക്ക് കുറച്ച് നന്നായിട്ട് മൂവ് ചെയ്തുകൊണ്ട് മാർക്കറ്റ് നിഫ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ന്യൂസ് കാണുന്നത് വെച്ചാൽ പാകിസ്ഥാൻ്റെ ഒരു മിനിസ്റ്റർ പറയുന്നത് പാകിസ്ഥാന് വളരെ വിശ്വസിക്കാൻ പറ്റുന്ന ഇന്റലിജൻസ് ഉണ്ട്. India is intends to launch a military strike within next 24 to 36 hours എന്നാണ് കാണുന്നത്. അതുപോലെ വേറെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇവര് ഇന്ത്യ കാശ്മീരിലുള്ള മിക്കവാറും ഈ ടൂറിസ്റ്റ് സ്പോട്ടൊക്കെ അവരെ സെക്യൂരിറ്റി റീസൺസിൽ അത് ഷട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കാണുന്ന ഒരു സിംറ്റംസ് മാർക്കറ്റിൽ കാണിക്കുന്ന സിഗ്നൽസ് എന്താണെന്ന് വെച്ചാൽ ദർ ഈസ് ഗോയിങ് ടു ബി എ സ്ട്രൈക്ക്. സോ അതെല്ലാം കൊണ്ടായിരിക്കണം ചിലപ്പോൾ മാർക്കറ്റ് വളരെ കോഷ്യസ് ആണെന്ന് തോന്നുന്നത്. അതുപോലെ ട്രേഡേഴ്സും വളരെ കോഷ്യസ് ആയിട്ട് ചെയ്യുക. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ലോങ് ടേം പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ അത് ഹെഡ്ജ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യുക. സോ അതൊക്കെയാണ് ചെയ്യേണ്ടത് നമ്മൾ. പിന്നെ ഇന്ന് ഇൻഡസിൻഡ് ബാങ്കിന്റെ CEO റിസൈൻ ചെയ്തുകൊണ്ട് അത് ആ സ്റ്റോക്കിൽ അത് റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട്. ഇൻഡസിൻഡ് ബാങ്കിന്റെ സ്റ്റോക്ക് കണ്ടാൽ മനസ്സിലാവും. അതുപോലെ നോൺ ബാങ്കിങ് ലെൻഡറാണ് ബജാജ് ഫൈനാൻസ്. അവർ നല്ലൊരു 4th ക്വാർട്ടർ റിസൾട്ടാണ് കൊണ്ടുവന്നത്. പക്ഷെ അതിന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായിരുന്നു. ഇന്ന് സ്റ്റോക്ക് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ അവരെ ബോണസ് ഷെയർ വരുന്നുണ്ട്, അതുകൊണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് തോന്നുന്നത്. അതുപോലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഫണ്ട് റൈസിങ് ചെയ്യാൻ പോകുന്നു കേട്ടോ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫണ്ട് റൈസ് ചെയ്യുന്നത് മെയിൻലി ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സാണ്. സോ അതുകൊണ്ട് അതിൻ്റെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്റ്റോക്ക് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അത് വാച്ച് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്ക് ആയിരിക്കും. പിന്നെ അതുപോലെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതെന്ന് വെച്ചാൽ ഇന്ത്യയും നമ്മളെ അമേരിക്കയിലെ ട്രേഡ് ടോക്സ് ഈസ് ഗോയിങ് വെരി വെൽ. സോ അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഇറ്റ് വിൽ ഹാവ് എ നൈസ് ട്രേഡ് ഡീലായിരിക്കും പറയുന്നത്. അതുകൊണ്ട് വാച്ച് ചെയ്യേണ്ട സ്റ്റോക്സ് ടാറ്റ മോട്ടോഴ്സ്, അതുപോലെ ഇൻഫി, HCL ടെക് ഇതുപോലത്തെ സ്റ്റോക്സ് ചിലപ്പം നന്നായിട്ട് മൂവ് ചെയ്യാൻ സാധ്യതയുണ്ട്. എസ്പെഷ്യലി US എക്സ്പോസുള്ള സ്റ്റോക്സുകളാണ് ഈ ടാറ്റ മോട്ടോഴ്സിൻ്റെ, റേഞ്ച് റോവർ, അതുപോലെ ഇൻഫോസിസ് ഒക്കെ അധികവും US അവരുടെ ബിസിനസ്. സോ ഈ സ്റ്റോക്സ് ഓൾറെഡി എനിക്കൊന്ന് ഇൻഫോസിസ് ഒക്കെ ഓൾറെഡി കറക്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇൻഫോസിസ് അധികം കുറയുന്ന കാണുന്നില്ല. സോ ഇൻഫോസിസ് ഒക്കെ നിങ്ങൾക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്സുകളാണ്. സോ ദിസ് ഈസ് നോട്ട് എ ഫൈനാൻഷ്യൽ അഡ്വൈസ് ഐ എം ഡൂയിങ് just for my research, my educational purpose. BPCLന്റെ റിസൾട്ട് നന്നായിട്ട് വന്നിട്ടില്ല. BPCLന്റെ പ്രോഫിറ്റ് ഏകദേശം 8.3% ഡ്രോപ്സ് ആണ് കണ്ടത്. പക്ഷേ ഈ BPCL പോലത്തെ PSU കമ്പനീസ് കാണുന്നൊരു ഗുണമെന്ന് വെച്ചാൽ അത് 10 രൂപ ഫേസ് വാല്യുള്ള സ്റ്റോക്ക് ആണെങ്കിലും അത് 5 രൂപ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. സോ അതുകൊണ്ട് BPCL ഒക്കെ ക്യാഷിന് ഒരു 250 ലെവലിലൊക്കെ നല്ലൊരു ബൈങ് ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ കാണുന്നത്. അതുപോലെ വേറൊരു സ്റ്റോക്ക് ഞാൻ കാണുന്ന പറസ് ഡിഫൻസ് ആൻഡ് സ്പേസ് ടെക്നോളജി. ഇത് നന്നായിട്ട് മൂവ് ചെയ്ത് കുറച്ച് ദിവസമായിട്ട് 40% മൂവ് ചെയ്ത് സ്റ്റോക്ക്. ഇപ്പോൾ അതിൻ്റെ പ്രൈസ് 1469 BSEയിൽ ട്രേഡ് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ സ്റ്റോക്ക് സ്പ്ലിറ്റും റിസൾട്ടും വരാൻ പോകുന്നുണ്ടെന്ന് ഞാൻ കേട്ടത്. അതുപോലെ റുപ്പി ഫോൾസ് 19 പൈസ 85.15 US ഡോളറിന് അഗേൻസ്റ്റ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ നിഫ്റ്റി ലെവൽസ് ഞാൻ കാണുന്നത് ഇതിൻ്റെ പുട്ട് റൈറ്റേഴ്സ് ഏറ്റവും കാണുന്നത് 24,300 കാണുന്നത്. സോ എനിക്ക് തോന്നുന്നു മാക്സിമം അത് 24,400 ലെവല്, അത് ലോവർ ലെവല് 24,200 ഇന്നത്തെ ആ റേഞ്ചിൽ ട്രേഡ് ചെയ്യാനാണ് സാധ്യത നിഫ്റ്റി. സോ നിഫ്റ്റിയിൽ വലിയ മൂവ്മെൻറ്റ് ഞാൻ കാണുന്നില്ല. അതുപോലെ റിലയൻസ് ഇപ്പോൾ ചെയ്യുന്നത് 1412 റിലയൻസ് ചെയ്യുന്നുണ്ട്. സോ റിലയൻസ് ഇന്നും അത് 1400 വന്നിരുന്നു. പക്ഷേ ഇന്ന് അത് 10-12 കയറി. ഇപ്പം റിലയൻസിൻ്റെ റേറ്റിൽ നോക്കാൻ ചെയ്തു. അതുപോലെ HDFC നന്നായിട്ട് ചോദിച്ചു. HDFC ബാങ്ക് ഏകദേശം 1945 അടുക്ക ഒരു HDFC ബാങ്ക് വന്നപ്പോൾ അവിടുന്ന് കറക്റ്റ് ചെയ്തിരുന്നു. സോ ഇന്ന് റിലയൻസും HDFC മാർക്കറ്റ് നന്നായിട്ട് ലിഫ്റ്റ് ചെയ്യുന്നു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് കോഴ്സ് ഇന്ന് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്റ്റേറ്റ് ബാങ്ക് 780 ആ ലെവലിലൊക്കെ ഇനി 770 താഴത്ത് നിന്ന് പോകുന്ന എനിക്ക് തോന്നുന്നില്ല. അതുപോലെ ബജാജ് ഫൈനാൻസിനെ കുറിച്ച് പറയാമെങ്കിൽ ബജാജ് ഫിൻസർവ് 1952 അങ്ങനെ ഹോവർ ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ ട്രേഡിൽ. സോ എനിവേ ലെറ്റ് us see how the market is എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. പക്ഷേ ഇന്നത്തെ മെയിൻലി ഞാൻ കണ്ട് ബജാജ് ട്വിൻസ് റെഡിലാണ് കണ്ടത്. അതുപോലെ ട്രെൻറ്റ്, ടാറ്റ മോട്ടോഴ്സ് ഒക്കെ ഇന്ന് റെഡിലാണ് കണ്ടത്. സ്റ്റേറ്റ് ബാങ്ക്, ഈ 3 സ്റ്റോക്സ് ഒഴിച്ച് ബാക്കി എല്ലാ സ്റ്റോക്സും നോട്ട് ബാഡ്. ഐ തിങ്ക് അത്ര പറഞ്ഞു ഇന്നത്തെ ട്രേഡ്. അങ്ങനെ നമ്മൾ ട്രേഡ് ചെയ്യാൻ നോക്കുക. സോ ഇതിപ്പം സെൻസെക്സ് ആകെ 29 പോയിന്റ് മൂവ് ചെയ്തിട്ടുള്ളൂ ഇന്ന്. സോ എനിവേ താങ്ക് യു വെരി മച്ച് ഫോർ വ്യൂയിങ് മൈ ചാനൽ. Please consult with your financial advisor. This is not a buy or sell recommendation. So I request you to subscribe my channel.